മീഡിയ വണ്ണാണ് അല്പസമയം മുമ്പ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് ഈഞ്ചക്കലിലെ ഓഫീസിലാണെന്ന് സംബന്ധിച്ച വിവരം പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാൾ എവിടെയാണെന്ന് സംബന്ധിച്ച് വീട്ടുകാർക്കും ഇവിടെ ഉണ്ടായിരുന്ന വീട്ടുകാർക്കൊക്കെ ഉൾപ്പെടെ ഒരു ആശങ്ക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അഭിഭാഷകൻ അല്പസമയം മുമ്പ് അറിയിക്കുകയാണ് ചെയ്തത്. ഇവരെ വീട്ടുകാരെ അറിയിച്ചു, ഈഞ്ചക്കലിലെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച്. രാവിലെ മുതൽ ഇവിടെ വെച്ച് തന്നെയായിരുന്നു ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ ചില സംശയമുണ്ട്. കാരണം രാവിലെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അതിനുശേഷം ഇങ്ങോട്ട് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വളരെ നിർണായകമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഈ മണിക്കൂറുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആസൂത്രണം, അതോടൊപ്പം തന്നെ ഇതിന്റെ നടത്തിപ്പ് എന്നെ സംബന്ധിച്ചെല്ലാം കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണം കൊണ്ടുപോയത്, ബാക്കിയുള്ള സ്വർണം എവിടെയാണ് കൊണ്ടുപോയത്, അത് എന്ത് ചെയ്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ഒരു വിശദീകരണം ലഭ്യമാവേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നിർണായകമായ ഈ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതോടുകൂടി ചോദ്യം ചെയ്യലോടുകൂടി ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. കാരണം ഇതിൽ ഇയാളുടെ ഒരു സ്പോൺസറായി രംഗത്തെത്തുന്നു. അതിനുശേഷം വിവിധ ആളുകളെ കൊണ്ടുവന്ന് സ്വർണം പൂശുന്ന നടപടികളിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം തട്ടിയെടുക്കുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യത ഈ ചോദ്യം ചെയ്യലോടെ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈദരാബാദിലും അതോടൊപ്പം തന്നെ ചെന്നൈയിലും ഒക്കെ എത്തി ഈ അന്വേഷണ സംഘം തെളിവുകൾ സ്വീകരിച്ചിരുന്നു, മൊഴികൾ എടുത്തിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ശരി സിജോ, ഏതായാലും ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് സൂചന. അവ്യക്തമായ പല ചോദ്യങ്ങൾക്കും ഇതോടുകൂടി ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിജോ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.